പെരിന്തൽമണ്ണയിൽ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ പ്രശസ്ത വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ അറസ്റ്റിലായതോടെ ബാലഭാസ്കറിന്റെ അപകട മരണത്തിനു പിന്നിലെ ദുരൂഹത വീണ്ടും ചർച്ചാ വിഷയമാകുകയാണ്. സ്വർണ്ണക്കവർച്ചാ കേസിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവറും ഉൾപ്പെട്ടു എന്ന വാർത്ത ഇന്നലെയാണ് പുറത്തുവന്നത്. തൃശൂർ സ്വദേശിയാണ് പിടിയിലായ അർജുൻ. ബാലഭാസ്കറിനെ കൊന്നതാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണിപ്പോഴും പിതാവ് KC ഉണ്ണി. സ്വർണ്ണക്കടത്ത് മാഫിയയാണ് മകന്റെ മരണത്തിന് പിന്നിൽ. അന്ന് അപകടത്തിനിടയാക്കി കാറോടിച്ചിരുന്ന ഡ്രൈവർ അർജുൻ അറസ്റ്റിലായത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. അർജുൻ നേരത്തെ തന്നെ ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അപകടത്തിന് ശേഷമാണ് കേസുകളെ കുറിച്ചെല്ലാം അറിഞ്ഞത്. അർജുൻ പോലീസിന്റെ പിടിയിലായതോടെ ഇനി മരണത്തിന് പിന്നിലെ സത്യങ്ങൾ പുറത്തുവരുമെന്ന് ബാലഭാസ്കറിന്റെ പിതാവ് മാധ്യമങ്ങളോട് പ്രതീക്ഷ പങ്കുവച്ചു. അപകടം നടക്കുന്ന സമയത്ത് കാർ ഓടിച്ചത് ബാലഭാസ്കർ ആണ് എന്നാരോപിച്ച് അർജുൻ തങ്ങൾക്കെതിരെ തൃശൂർ MICT-യിൽ കേസ് കൊടുത്തിരുന്നു. 1 കോടി രൂപ തനിക്ക് നഷ്ടപരിഹാരം തരണമെന്നായിരുന്നു അർജുന്റെ ആവശ്യം. സംശയമല്ല, ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ അർജുൻ തന്നെയാണ് എന്ന് ഉറപ്പാണ്. കള്ളക്കടത്ത് മാഫിയ അതൊരു വലിയ സംഘമാണ്. എങ്ങും തൊടാതെയുള്ള അന്വേഷണ റിപ്പോർട്ടായിരുന്നു CBI കൊടുത്തിരുന്നത്. അവരും സംഘത്തിന്റെ സ്വാധീനത്തിന് വഴങ്ങി. സ്വർണ്ണക്കടത്തുകാരും അതുമായി ബന്ധപ്പെട്ട വലിയൊരു സംഘവുമാണ് ബാലഭാസ്കറിന്റെ മരണത്തിനു പിന്നിൽ. കേസിൽ ഒരു നീതിയും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പുതിയ കേസിന്റെ പശ്ചാത്തലത്തിൽ നിയമ നടപടി ആലോചിക്കുമെന്നും KC ഉണ്ണി കൂട്ടിച്ചേർത്തു. ബാലഭാസ്കറിന്റെ ഭാര്യ തങ്ങളെ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. ഫോൺ വിളിച്ചാൽ പോലും എടുക്കാറില്ല. അതെന്തുകൊണ്ടാണ് എന്നറിയില്ല. ബാലഭാസ്കറിന് പണം കൊടുക്കാനുള്ളവർ ഭാര്യ ലക്ഷ്മിക്ക് കൈമാറുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. തമ്മിൽ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. ഒക്ടോബറിലാണ് ബാലഭാസ്കർ മരിച്ച് 6 വർഷം പൂർത്തിയായത്. അന്നു മുതൽ ഇന്നുവരെ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ വലിയ സംശയങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ 13 പേരാണ് ഇതിനകം പോലീസ് പിടിയിലായത്. ഈ 13 അംഗ സംഘത്തിലെ അംഗമാണ് അർജുനും. ഈ മാസം 21-ാം തീയതിയായിരുന്നു പെരിന്തൽമണ്ണയിൽ കവർച്ച നടന്നത്. കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് 2018 സെപ്റ്റംബർ 25-നുണ്ടായ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണസമയം വാഹനമോടിച്ചിരുന്നത് അർജുനായിരുന്നു എന്ന് കണ്ടെത്തിയത്. അന്ന് പോലീസും ക്രൈംബ്രാഞ്ചും CBI-യും എല്ലാം വാഹനാപകടത്തിലെ സംശയങ്ങളിൽ അർജുനെ ചോദ്യം ചെയ്തിരുന്നു. അർജുന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന ആരോപണവും അന്ന് ശക്തമായിരുന്നു. ഇത് ബലപ്പെടുത്തുന്നതാണ് പെരിന്തൽമണ്ണയിലെ സ്വർണ്ണക്കവർച്ചയും അർജുന്റെ അറസ്റ്റും. ഇതിനു പുറമെ ചില കവർച്ചാ കേസുകളിലും അടിപിടി കേസുകളിലും അർജുന് പങ്കുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കവർച്ചാ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റു പ്രതികളുമായുള്ള മുൻപരിചയം പിന്നീട് സ്വർണ്ണക്കവർച്ചയിലെ ഗൂഢാലോചനയിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ പുതിയ കേസിന് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധമില്ല എന്നും ആ രീതിയിൽ അന്വേഷണം ഇല്ലെന്നും കൂടി പോലീസ് വ്യക്തമാക്കുന്നു. നിലവിൽ റിമാൻഡിലാണ് അർജുൻ.